ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്, ഗ്രീൻ ആപ്പിൾ പിക്കിൾ. അപ്പോഴെങ്ങനെയാണ് ഗ്രീൻ ആപ്പിൾ പിക്കിൾ ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഗ്രീൻ ആപ്പിൾ പിക്കിൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പച്ച ആപ്പിളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന്, ഞാൻ ഇത് കഴുകി വൃത്തിയാക്കി വെച്ച ആപ്പിളാണ്. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കിതൊന്ന് നടുവിടെ മുറിക്കണം. ഇതിങ്ങനെ മുറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനുള്ളിൽ കുരു കളഞ്ഞിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. എങ്ങനെ വേണമെങ്കിലും ഇത് മുറിക്കാം. ഇതിൻ്റെ ഉള്ളിൽ കുരു ഉണ്ടാവും, ആ കുരു കളയണം. കുരു കളഞ്ഞതിന് ശേഷം നമുക്ക് മാങ്ങയ്ക്കൊക്കെ മുറിക്കുന്നത് പോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. അപ്പം നല്ല ടേസ്റ്റിയാണ് ഗ്രീൻ ആപ്പിൾ അച്ചാർ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് മുഴുവനായിട്ടും മുറിച്ചെടുക്കാം. അപ്പോൾ 2 ആപ്പിളും ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നല്ലെണ്ണ ഞാനൊരു പാനിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടാകുമ്പോൾ ഞാൻ അതിനകത്തോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുവാണ്. വെളുത്തുള്ളി ഒന്ന് ആയി വരട്ടെ. അപ്പോൾ വെളുത്തുള്ളി ആയി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുവാണ്. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ അത് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഫ്ലെയിം ലോ ആക്കിയിട്ട് കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. ഒരുപാട് വേണ്ട, ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. ഇത് കാശ്മീർ ചില്ലിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് കായപ്പൊടിയാണ്. അപ്പോൾ കായത്തിൻ്റെ പൊടിയും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോൾ ഞാൻ കുറച്ച് ചെറുക്കി ഒഴിച്ചു കൊടുക്കുവാണ്. വിനാഗിരി ഒരുപാട് ഒഴിക്കണ്ട, വളരെ കുറച്ച് ഒഴിച്ചാൽ മതി. കാരണം പച്ച ആപ്പിളായതുകൊണ്ട് തന്നെ അതിന് നല്ല പുളി ഉണ്ടാവും. പിന്നെ നമുക്കിതിനകത്തോട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ചാറ്റിയ വെള്ളമാണിത്. അപ്പോൾ അതെല്ലാം കൂടെ തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ഇതിനകത്തോട്ട് ആപ്പിൾ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ആപ്പിളും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആപ്പിൾ എപ്പോഴും നമ്മളെല്ലാം എടുത്തു വെച്ചിട്ട് ഉണ്ടാക്കാൻ റെഡിയായി തുടങ്ങുമ്പോൾ മുറിച്ചാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ കളർ ചെറുതായിട്ട് ചേഞ്ച് ആവും. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത്, ഗ്രീൻ ആപ്പിളിൻ്റെ പിക്കിള്.
അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്, പിന്നെ ഇത് ചൂടാക്കേണ്ട തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ ആപ്പിൾ പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉപ്പൊക്കെ നോക്കി കറക്റ്റാണ്, പുളിയും ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, ഒരു ഡിഫറൻറ്റുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അഭിപ്രായങ്ങളും അറിയിക്കണം കേട്ടോ. താങ്ക്